നമസ്കാരം. പ്രായത്തെ തോൽപ്പിക്കാനും ആത്മവിശ്വാസത്തോടെ തിളങ്ങാനും ആഗ്രഹിക്കുന്നവർക്കായി മാർക്ക് അർണോൾഡിന്റെ 27 ആന്റി ഏജിംഗ് ഹാക്സ് എന്ന ആശയത്തെ മുൻനിർത്തി തയ്യാറാക്കിയ ദീർഘമേറിയതും ഹൃദ്യവുമായ വീഡിയോ. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരത്ഭുതമുണ്ട്. പ്രായത്തെ തളച്ചിടാൻ കഴിയുന്ന, കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക ശക്തി. പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് ആ മാന്ത്രികതയല്ല, മറിച്ച് കണ്ണിന് താഴെ തെളിയുന്ന കറുത്ത പാടുകളും നെറ്റിയിലെ ചുളിവുകളും നഷ്ടപ്പെട്ടു പോകുന്ന ഓജസ്സുമാണ്. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ ഒന്ന് നോക്കൂ. ഒരു വൻമരം എത്ര കാലം നിലനിൽക്കുന്നു? ഓരോ വസന്തത്തിലും അത് പുതിയ ഇലകൾ ചൂടി യുവത്വം വീണ്ടെടുക്കുന്നു. മനുഷ്യശരീരവും അതുപോലെ തന്നെയാണ്. ശരിയായ പരിചരണവും അറിവുമുണ്ടെങ്കിൽ വെറും 6 ആഴ്ചകൾ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ ക്ലോക്കിനെ 10 വർഷം പിന്നിലേക്ക് തിരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതൊരു വെറും സൗന്ദര്യവർദ്ധക ടിപ്സ് മാത്രമല്ല, ഇതൊരു അതിജീവനത്തിന്റെ കഥയാണ്, നിങ്ങളുടെ കോശങ്ങളുടെ കഥ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മാർക്ക് അർണോൾഡിന്റെ വിഖ്യാതമായ 27 ആന്റി ഏജിംഗ് രഹസ്യങ്ങളെക്കുറിച്ചാണ്. ഈ യാത്രയിൽ നിങ്ങൾ വെറുമൊരു കാഴ്ചക്കാരനല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം ആരോഗ്യത്തിന്റെ ശില്പിയാണ്. അധ്യായം 1. ജലമാണ് ജീവൻ. ഹൈഡ്രേഷൻ, ദ റിവർ ഓഫ് യൂത്ത്. നമ്മുടെ ശരീരം ഒരു വലിയ നദി പോലെയാണ്. ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അത് തെളിമയുള്ളതും ജീവസുറ്റതുമായിരിക്കും. എന്നാൽ വെള്ളം നിലയ്ക്കുമ്പോൾ അത് വറ്റിവരളുന്നു. നിങ്ങളുടെ ചർമ്മവും ഇതുപോലെ തന്നെയാണ്. ഹാക്ക് 1. പ്രഭാതത്തിലെ അമൃത്, ദ മോർണിംഗ് റിച്വൽ. രാവിലെ എഴുന്നേറ്റയുടൻ കാപ്പിയോ ചായയോ കുടിക്കുന്ന ശീലമുണ്ടോ? എങ്കിൽ അതൊന്നു മാറ്റിവെക്കൂ. രാത്രി മുഴുവൻ വിശ്രമിച്ച നിങ്ങളുടെ കോശങ്ങൾ ദാഹിച്ചു വലയുകയാണ്. ഉണർന്നാലുടൻ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ ചർമ്മത്തിന് ഉള്ളിൽ നിന്ന് ഒരു തിളക്കം നൽകുന്നു. ഹാക്ക് 2. സെല്ലുലാർ ഹൈഡ്രേഷൻ. വെറുതെ വെള്ളം കുടിച്ചാൽ മാത്രം പോരാ, അത് കോശങ്ങളിലേക്കെത്തണം. ഇതിനായി ഭക്ഷണത്തിൽ വെള്ളരിക്ക, തണ്ണിമത്തൻ തുടങ്ങിയ ജലാംശം കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ഇത് ചർമ്മത്തിന്റെ ഇലാസ്തികത നിലനിർത്തുന്നു. അധ്യായം 2. ആഹാരം ഔഷധമാകുമ്പോൾ. പഴമക്കാർ പറയാറുണ്ട്, നിങ്ങൾ എന്തു കഴിക്കുന്നുവോ അതാണ് നിങ്ങൾ എന്ന്. നാം കഴിക്കുന്ന ഓരോ തരി ഭക്ഷണവും ഒന്നുകിൽ രോഗത്തെ പോഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യത്തെ വളർത്തുന്നു. ഹാക്ക് 3. ആന്റി ഓക്സിഡന്റുകളുടെ മാന്ത്രികത. നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് എന്ന വില്ലന്മാരുണ്ട്. ഇവയാണ് ചർമ്മത്തെ നശിപ്പിക്കുന്നത്. ഇവരെ തടയാൻ പ്രകൃതി നൽകിയ ആയുധമാണ് ആന്റി ഓക്സിഡന്റുകൾ. മുന്തിരി, ബ്ലൂബെറി, നെല്ലിക്ക എന്നിവ ശീലമാക്കൂ. ഇവ നിങ്ങളുടെ ചർമ്മത്തിലെ കേടുപാടുകൾ പരിഹരിക്കുകയും പുതിയ കോശങ്ങളുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു. ഹാക്ക് 4. പഞ്ചസാരയെന്ന നിശബ്ദ കൊലയാളി. മധുരം നാവിലെത്തുമ്പോൾ സന്തോഷം തോന്നും, പക്ഷെ അത് നിങ്ങളുടെ ചർമ്മത്തിലെ കൊളാജൻ നശിപ്പിക്കുന്നു. കൊളാജൻ എന്നത് ചർമ്മത്തെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു പശ പോലെയാണ്. പഞ്ചസാര അമിതമായാൽ ഈ പശ അഴഞ്ഞുപോകും. അങ്ങനെ ചർമ്മം തൂങ്ങാൻ തുടങ്ങും. 6 ആഴ്ചത്തേക്ക് പഞ്ചസാരയോട് വിട പറഞ്ഞു നോക്കൂ. മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. അധ്യായം 3. വിശ്രമത്തിന്റെ സൗന്ദര്യം. പ്രകൃതിയുടെ ഏറ്റവും വലിയ സൗഖ്യദായകനാണ് ഉറക്കം. നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് ശരീരം ഒരു സർവീസ് സെന്റർ പോലെ പ്രവർത്തിക്കുന്നത്. ഹാക്ക് 5. ബ്യൂട്ടി സ്ലീപ്പ്, ദ ഗോൾഡൻ അവേഴ്സ്. രാത്രി 10 മണി മുതൽ പുലർച്ചെ 2 മണിവരെയുള്ള സമയമാണ് ചർമ്മത്തിന്റെ നവീകരണത്തിന് ഏറ്റവും പ്രധാനം. ഈ സമയത്ത് ശരീരം മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പ്രായത്തെ ചെറുക്കുന്ന ഒരു ഹോർമോണാണ്. ഇരുട്ടുള്ള തണുത്ത ഒരു മുറിയിൽ സ്വസ്ഥമായി ഉറങ്ങുന്നത് 10 വില കൂടിയ ഫേഷ്യലുകളേക്കാൾ ഗുണം ചെയ്യും. ഹാക്ക് 6. സിൽക്ക് തലയണകൾ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പരുത്തി തലയണ കവറുകൾ ചർമ്മത്തിലെ ഈർപ്പം വലിച്ചെടുക്കുകയും മുഖത്ത് വരകൾ വീഴ്ത്തുകയും ചെയ്യും. സിൽക്ക് അല്ലെങ്കിൽ സാറ്റിൻ കവറുകൾ ഉപയോഗിക്കുന്നത് മുഖത്തെ ചുളിവുകൾ തടയാൻ സഹായിക്കും. ചെറിയൊരു മാറ്റം, വലിയൊരു ഫലം. പ്രിയപ്പെട്ട സുഹൃത്തേ, ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മൾ 6 ഹാക്കുകൾ മാത്രമേ കടന്നുപോയിട്ടുള്ളൂ. ഇനിയും വരാനിരിക്കുന്നവ നിങ്ങളുടെ ജീവിതശൈലിയെ തന്നെ മാറ്റിമറിച്ചേക്കാം. മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ചെറുപ്പമാക്കുന്ന ആ രഹസ്യങ്ങളിലേക്ക് നമുക്കടുത്ത ഭാഗത്തിൽ കടക്കാം. ചലനമില്ലാത്ത വെള്ളം കെട്ടിക്കിടന്ന് നശിക്കുന്നതുപോലെയാണ് വ്യായാമം ചെയ്യാത്ത ശരീരവും. വ്യായാമമെന്നത് വെറും തടി കുറയ്ക്കാനുള്ള വഴിയല്ല, മറിച്ച് നിങ്ങളുടെ രക്തചംക്രമണം വർദ്ധിപ്പിക്കാനുള്ള ഏക മാർഗമാണ്.
ഹാക്ക് നമ്പർ 7 മുഖത്തെ വ്യായാമങ്ങൾ ഫേസ് യോഗ നമ്മുടെ ശരീരത്തിലെ പേശികളെ പോലെ തന്നെ മുഖത്തും പേശികളുണ്ട്. ദിവസം 5 മിനിറ്റ് മുഖത്തെ പേശികൾക്കായി മാറ്റിവെക്കൂ. കവിളുകൾ വീർപ്പിച്ചും കണ്ണുകൾ വിടർത്തിയും ചെയ്യുന്ന ലളിതമായ വ്യായാമങ്ങൾ ചർമ്മത്തിന് ഉറപ്പു നൽകുകയും കവിളുകൾ തൂങ്ങുന്നത് തടയുകയും ചെയ്യുന്നു. ഇത് പ്രകൃതിദത്തമായ ഒരു ഫേസ് ലിഫ്റ്റാണ്. ഹാക്ക് നമ്പർ 8 വിയർപ്പിലൂടെയുള്ള ശുദ്ധീകരണം സ്വെറ്റ് ഇറ്റ് ഔട്ട്. വിയർക്കുന്നത് ചർമ്മത്തിന് ദോഷമാണെന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ വിയർപ്പിലൂടെ പുറത്തുപോകുന്നത് നിങ്ങളുടെ സുഷിരങ്ങളിൽ അടിഞ്ഞുകൂടിയ അഴുക്കുകളാണ്. വ്യായാമത്തിന് ശേഷം ചർമ്മം തിളങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ശുദ്ധമായ രക്തം ചർമ്മത്തിന്റെ ഉപരിതലത്തിലേക്ക് എത്തുന്നതുകൊണ്ടാണ്. സൂര്യപ്രകാശം വിറ്റാമിൻ ഡി നൽകുന്ന സുഹൃത്താണ്. എന്നാൽ അമിതമായാൽ അത് ചർമ്മത്തിന്റെ ഏറ്റവും വലിയ ശത്രുവുമാണ്. ഹാക്ക് നമ്പർ 9 സൺസ്ക്രീൻ നിങ്ങളുടെ കവചം ദ ഡെയിലി ഷീൽഡ്. വെയിലത്ത് പോകുമ്പോൾ മാത്രമല്ല, വീടിനുള്ളിലിരിക്കുമ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കണം. സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികൾ ചർമ്മത്തിലെ കോശങ്ങളെ നശിപ്പിക്കുകയും അകാല വാർദ്ധക്യത്തിന് കാരണമാവുകയും ചെയ്യുന്നു. 6 ആഴ്ച കൃത്യമായി സൺസ്ക്രീൻ ഉപയോഗിച്ചു നോക്കൂ. നിങ്ങളുടെ ചർമ്മത്തിന്റെ നിറത്തിലും ഘടനയിലും വരുന്ന മാറ്റം പ്രകടമായിരിക്കും. ഹാക്ക് നമ്പർ 10 റെറ്റിനോൾ മാന്ത്രിക തുള്ളി. വാർദ്ധക്യത്തെ ചെറുക്കാൻ ശാസ്ത്രം കണ്ടെത്തിയ ഏറ്റവും വലിയ ആയുധമാണ് വിറ്റാമിൻ എ ഡെറിവേറ്റീവായ റെറ്റിനോൾ. രാത്രിയിൽ നേരിയ തോതിനിത് ഉപയോഗിക്കുന്നത് കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും പഴയ പാടുകൾ മാറ്റുകയും ചെയ്യുന്നു. പക്ഷേ ഇതുപയോഗിക്കുമ്പോൾ ഒരു വിദഗ്ധന്റെ ഉപദേശം തേടാൻ മറക്കരുത്. വില കൂടിയ കെമിക്കലുകളേക്കാൾ ശക്തി പലപ്പോഴും നമ്മുടെ അടുക്കളയിലെ പ്രകൃതിദത്ത ചേരുവകൾക്കുണ്ട്. ഹാക്ക് നമ്പർ 11 തണുത്ത വെള്ളത്തിലെ കുളി കോൾഡ് വാട്ടർ തെറപ്പി. ചൂടുവെള്ളം ചർമ്മത്തിലെ സ്വാഭാവിക എണ്ണമയം നഷ്ടപ്പെടുത്തുന്നു. പകരം മുഖം കഴുകാൻ തണുത്ത വെള്ളം ഉപയോഗിക്കുക. ഇത് സുഷിരങ്ങളെ അടയ്ക്കാനും ചർമ്മത്തിന് ഉന്മേഷം നൽകാനും സഹായിക്കും. ഒരു ഐസ് ക്യൂബ് എടുത്ത് മുഖത്ത് സാവധാനം മസാജ് ചെയ്യുന്നത് രക്തയോട്ടം കൂട്ടാനുള്ള എളുപ്പവഴിയാണ്. ഹാക്ക് നമ്പർ 12 പ്രകൃതിദത്ത എണ്ണകൾ എസൻഷ്യൽ ഓയിൽസ്. വെളിച്ചെണ്ണയോ ബദാം ഓയിലോ ഉപയോഗിച്ച് രാത്രിയിൽ മുഖം മസാജ് ചെയ്യുന്നത് ശീലമാക്കൂ. ഇത് ചർമ്മത്തിന് ആവശ്യമായ പോഷണം നൽകുകയും വരൾച്ച തടയുകയും ചെയ്യുന്നു. ചർമ്മം ഈർപ്പമുള്ളതായിരിക്കുമ്പോഴാണ് ചുളിവുകൾ കുറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ പുറത്തെത്ര പ്രസാധനങ്ങൾ തേച്ചിട്ടും കാര്യമില്ല. സമ്മർദ്ദം ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് വാർദ്ധക്യത്തെ വേഗത്തിലാക്കുന്നു. ഹാക്ക് നമ്പർ 13 5 മിനിറ്റ് ധ്യാനം മൈൻഡ്ഫുൾനെസ്. ദിവസവും അല്പനേരം കണ്ണുകളടച്ച് ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. മനസ്സ് ശാന്തമാകുമ്പോൾ മുഖത്തെ പേശികൾ അയയുന്നു. ദേഷ്യപ്പെടുമ്പോഴും സങ്കടപ്പെടുമ്പോഴും നമ്മുടെ മുഖത്ത് വീഴുന്ന വരകൾ കാലക്രമേണ സ്ഥിരമായ ചുളിവുകളായി മാറും. ചിരിക്കുന്ന മുഖമാണ് ഏറ്റവും വലിയ ആന്റി ഏജിംഗ് മരുന്ന്. ഹാക്ക് നമ്പർ 14 ഡിജിറ്റൽ ഡീടോക്സ് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ. മൊബൈൽ ഫോണുകളിൽ നിന്നും ലാപ്ടോപ്പുകളിൽ നിന്നും വരുന്ന നീല വെളിച്ചം സൂര്യപ്രകാശത്തെപ്പോലെ തന്നെ ദോഷകരമാണ്. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് മൊബൈൽ ഫോൺ മാറ്റിവെക്കുക. ഇത് കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം കുറയ്ക്കാൻ സഹായിക്കും. പ്രിയ സുഹൃത്തെ, നമ്മൾ പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു. ഇനി പറയാൻ പോകുന്ന ഹാക്കുകൾ നിങ്ങളുടെ ശരീരത്തിന്റെ ആന്തരിക വ്യവസ്ഥയെ എങ്ങനെ അടിമുടി മാറ്റാം എന്നതിനെക്കുറിച്ചാണ്. 6 ആഴ്ച കൊണ്ട് 10 വയസ്സ് കുറയ്ക്കുക എന്നത് ഒരു അസാധ്യമായ കാര്യമല്ല, മറിച്ച് അതൊരു ചിട്ടയായ ജീവിതശൈലിയുടെ ഫലമാണ്. അധ്യായം 8 കോശങ്ങളുടെ പുനർജന്മം ദ മിറക്കിൾ ഓഫ് ഫാസ്റ്റിംഗ്. നമ്മുടെ ശരീരം എപ്പോഴും ഭക്ഷണം ദഹിപ്പിക്കുന്ന തിരക്കിലാണെങ്കിൽ അതിന് സ്വയം അറ്റകുറ്റപ്പണികൾ നടത്താൻ സമയം കിട്ടില്ല. ഹാക്ക് നമ്പർ 15 ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. 16 മണിക്കൂർ ഉപവാസം, 8 മണിക്കൂർ ഭക്ഷണം. ഈ രീതി പരീക്ഷിച്ചു നോക്കൂ. ഉപവാസ സമയത്ത് ശരീരം ഓട്ടോഫേജി എന്ന പ്രക്രിയ തുടങ്ങുന്നു. അതായത് ശരീരത്തിലെ കേടായ കോശങ്ങളെ ശരീരം തന്നെ സ്വയം വൃത്തിയാക്കി പുതിയവ നിർമ്മിക്കുന്നു. ഇത് പ്രായത്തെ തടയാനുള്ള ഏറ്റവും ശാസ്ത്രീയമായ വഴിയാണ്. ഹാക്ക് നമ്പർ 16 ഗ്രീൻ ടീയുടെ ശക്തി ഗ്രീൻ ടീ തെറപ്പി. ദിവസം 2 കപ്പ് ഗ്രീൻ ടീ കുടിക്കുക. ഇതിലെ കാറ്റച്ചിനുകൾ കോശങ്ങളെ നശിപ്പിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇത് ഒരാന്തരിക ശുദ്ധീകരണമായി പ്രവർത്തിക്കുന്നു. പലപ്പോഴും നമ്മൾ ശ്വസിക്കാൻ മറന്നുപോകുന്നു, അല്ലെങ്കിൽ വളരെ ആഴം കുറഞ്ഞ രീതിയിലാണ് ശ്വസിക്കുന്നത്. ശ്വാസം കുറയുമ്പോൾ കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ കുറയുന്നു. ഹാക്ക് 17 പ്രാണായാമം ഡീപ്പ് ബ്രീത്തിംഗ്.
ദിവസവും 10 മിനിറ്റ് ദീർഘമായി ശ്വസിക്കുക. രക്തത്തിൽ ഓക്സിജൻ കൂടുമ്പോൾ മുഖത്തിന് സ്വാഭാവികമായ ഒരു ചുവപ്പും തിളക്കവും ലഭിക്കുന്നു. ഓക്സിജൻ നിറഞ്ഞ കോശങ്ങൾ ഒരിക്കലും പെട്ടെന്ന് തളരില്ല. ഹാക്ക് 18. നേരായ നിൽപ്പ്. പോസ്ചർ മാറ്റേഴ്സ്. കൂനിക്കൂടി നടക്കുന്നത് നിങ്ങളെ പ്രായം തോന്നിക്കാനിടയാക്കും. നട്ടെല്ല് നിവർത്തി നിൽക്കുന്നത് ആത്മവിശ്വാസം നൽകുക മാത്രമല്ല, ശരീരത്തിലെ അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം സുഗമമാക്കുകയും ചെയ്യുന്നു. ഒരു രാജാവിനെപ്പോലെയോ രാജ്ഞിയെപ്പോലെയോ നടക്കുന്നത് ശീലമാക്കൂ. ചെറിയ കാര്യങ്ങൾ വലിയ മാറ്റങ്ങളുണ്ടാക്കുന്ന ഘട്ടമാണിത്. ഹാക്ക് 19. മഞ്ഞളിന്റെ മാന്ത്രികത. ദ ഗോൾഡൻ സ്പൈസ്. നമ്മുടെ അടുക്കളയിലെ മഞ്ഞളിൽ കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ വീക്കം അഥവാ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു. രാത്രിയിൽ ഒരു നുള്ളു മഞ്ഞൾ ചേർത്ത പാൽ കുടിക്കുന്നത് ചർമ്മത്തിലെ അണുബാധകൾ തടയാനും നിറം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഹാക്ക് 20. ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ. ഹെൽത്തി ഫാറ്റ്സ്. നട്ട്സ്, ഫ്ലാക്സ് സീഡുകൾ, മീൻ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവ ചർമ്മത്തിലെ സ്വാഭാവിക എണ്ണമയം നിലനിർത്തുകയും ചുളിവുകൾ വീഴുന്നത് തടയുകയും ചെയ്യുന്നു. ചർമ്മം ഉള്ളിൽ നിന്ന് മോയ്സ്ചറൈസ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെയാണ്. ഈ 27 ഹാക്കുകളും ഒരേ സമയം തുടങ്ങാൻ പ്രയാസമായിരിക്കും. പക്ഷേ ആദ്യ ആഴ്ചയിൽ വെള്ളം കുടിക്കുന്നതും ഉറക്കവും മാറ്റുക. 2ാം ആഴ്ച വ്യായാമം തുടങ്ങുക. ഇങ്ങനെ പടിപടിയായി 6 ആഴ്ച തികയ്ക്കുമ്പോൾ നിങ്ങൾ കണ്ണാടിയിൽ കാണുന്നത് പഴയ നിങ്ങളെയല്ല, മറിച്ച് ഊർജ്ജസ്വലനായ തിളങ്ങുന്ന ചർമ്മമുള്ള പുതിയൊരു വ്യക്തിയെയായിരിക്കും. ഹാക്ക് 21-27. പെട്ടെന്നുള്ള ചില രഹസ്യങ്ങൾ. ബോണസ് ക്വിക്ക് ഹാക്സ്. മദ്യം ഒഴിവാക്കുക. ഇത് ചർമ്മത്തെ വറ്റിച്ചു കളയുന്നു. ചിരിക്കുമ്പോൾ മുഖത്തെ 17 പേശികൾ പ്രവർത്തിക്കുന്നു. സൽസംഗം. പോസിറ്റീവായ ആളുകൾക്കൊപ്പം സമയം ചിലവഴിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക. തലച്ചോറിന് പ്രായമാകാതിരിക്കാൻ ഇത് അത്യാവശ്യമാണ്. പ്രകൃതിയോടൊപ്പം നടക്കുക. മണ്ണിൽ നഗ്നപാതനായി നടക്കുന്നത് ശരീരത്തിലെ പോസിറ്റീവ് എനർജി കൂട്ടും. പ്രായം എന്നത് ഒരു സംഖ്യ മാത്രമാണ്. അത് നിങ്ങളുടെ പാസ്പോർട്ടിൽ മാത്രമുള്ള ഒന്നാണ്. നിങ്ങളുടെ മനസ്സും കോശങ്ങളും എത്രത്തോളം ചെറുപ്പമായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. മാർക്ക് അർണോൾഡ് പറഞ്ഞതുപോലെ, ഈ മാറ്റങ്ങൾ ഒരു കഠിനമായ ശിക്ഷയല്ല, മറിച്ച് നിങ്ങളോട് തന്നെയുള്ള പ്രണയമാണ്. നിങ്ങളുടെ ശരീരം നിങ്ങൾ വസിക്കുന്ന ഏക വീടാണ്. അതിനെ മനോഹരമായി സൂക്ഷിക്കുക. ഇന്നു മുതൽ ഈ മാറ്റങ്ങൾ തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഈ 6 ആഴ്ചത്തെ യാത്രയിൽ നിങ്ങൾ അനുഭവിക്കുന്ന മാറ്റങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓർക്കുക, പ്രായം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നതിനു മുൻപ് നിങ്ങൾക്ക് പ്രായത്തെ കീഴ്പ്പെടുത്താം. നന്ദി.